ഇത്രയും ഇങ്ങനെ യേശു കേന്ദ്രിതമായിട്ട് ജീവിക്കുന്ന എൻ്റെ മുതിർന്നതും എൻ്റെ ഇളയവരും ഒക്കെ ആയിട്ടുള്ള അഞ്ചന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു സമൂഹത്തോട് ഇങ്ങനെ ചില സൂചനകൾ പറയാനോ ആശയങ്ങൾ പങ്കുവെക്കാനൊക്കെ കഴിയുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹം ഉള്ളൊരു കാര്യമാണ്. പൊതുവെ എഴുത്തിനകത്ത് പുലർത്തേണ്ട മാനദണ്ഡം എന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാൻ കരുതുക. രണ്ട് വാക്കുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് ഇങ്ങനെ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, രണ്ട് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. യേശുവിലുള്ള വിശ്വാസം സ്ലാഷ് യേശുവിന്റെ വിശ്വാസം. ഞാൻ വിചാരിക്കുന്നു എഴുത്തിൽ നമ്മൾ ഏർപ്പെടുന്നത് യേശുവിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. പക്ഷെ കാരണം യേശുവിലുള്ള വിശ്വാസം അത് അതിൽ തന്നെ ഇങ്ങനെ അണ്ടർസ്റ്റുഡ് ആണ്. അത്തരം ചില ധൈര്യത്തിലാണ് നമ്മളിങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും പങ്കുചേരുന്നതും ഒക്കെ. ചിലപ്പോൾ തോന്നുന്നത് ഇങ്ങനെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചിലപ്പോൾ അതിനകത്ത് പ്രശ്നമുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ സാച്ചുറേറ്റഡ് ആകും. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്. അതിലിങ്ങനെ ഓരോ ദിവസവും അത് ചലഞ്ച് ചെയ്യപ്പെടും. ഞാൻ ഈ വ്യത്യാസം ഒന്നിങ്ങനെ സംസാരിക്കുന്ന ഇടങ്ങളിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞു സംഭവം എപ്പോഴും പറയാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ കാത്തലിക് രീതിയിലൊക്കെ ഈ മനസ്സമ്മതം പറഞ്ഞ രീതിയുണ്ട്. പള്ളി വെച്ച് ഇങ്ങനെ വാക്ക് കൊടുക്കും. അപ്പൊ അവന്റെ മനസ്സമ്മതത്തിന്റെ തലേ ദിവസം അവന്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നീ പള്ളി വെച്ച് വാക്ക് കൊടുക്കുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഭൂതകാലമുണ്ട്. അവളിങ്ങനെ ചെറിയ പ്രായത്തില് ആരുടെ ഒക്കെ കൂടെ പോയി പാർത്തിട്ടുണ്ട്. കേട്ട മാത്രമല്ല ഇങ്ങനെ അപ്പനും അമ്മയും കുരിശ് വരച്ചിട്ട് പറഞ്ഞു, ദൈവം ഓരോ കൃത്യമായ സമയത്ത് കാണിച്ചു തരുന്നു. അവൻ പറഞ്ഞു, ഇത് കൃത്യമായ സമയം കാണിക്കുന്ന ദൈവമല്ല. എന്ന് വെച്ചെന്നാല് നാളെ എന്തൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പള്ളി വെച്ച് അവർക്ക് വാക്ക് കൊടുക്കും. അഹങ്കാരമല്ലേ പറയുന്നത്. തർക്കം നീണ്ടു പാതിരയാകുമ്പോൾ ഈ മോനെയായിട്ട് പേരൻസും രണ്ട് കൂട്ടുകാരും കൂടി ആശ്രമത്തിൽ വരുന്നു. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഇതേ ഇടത്തില്. എന്നിട്ട് പറഞ്ഞ, അച്ഛാ ഓരോന്നൊക്കെ ആയിട്ട് ദൈവം കാണിച്ചു തരുമ്പോ അവൻ്റെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ. അവൻ പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പം, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിനകത്ത് ഇപ്പം എന്താ ബുദ്ധിമുട്ട്? അവൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, ഉവ്വ, അത് തിരുത്താൻ അയാൾക്കൊരു അവസരം കൊടുക്കുന്നു, ഉവ്വ, ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, ഞാൻ വേണ്ടാന്ന് വെക്കണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ണുകളടച്ചു. ഇത്ര അടുത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ വേദപുസ്തകത്തിലൊക്കെ പറയുന്ന കണക്ക് യേശുവിന്റെ ഗന്ധം കിട്ടിയ പൗലോസ് വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ യേശുവിന്റെ ഗന്ധമാണെന്നുള്ളത്. എപ്പോഴാണ് നമുക്ക് നമ്മുടെ ഗന്ധം കിട്ടുന്നത്? നമ്മളിങ്ങനെ വിയർത്ത് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഗന്ധം പിടുത്തം കിട്ടുന്നത്. അപ്പൊ വിയർത്ത് പോണ ഈ നിമിഷത്തിൽ ഈ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന് നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. പേരൻസ് പറയുന്ന ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ആണ്. ദയവായിട്ട് ഒരു നേരാവണ്ണം കാണിച്ചു തന്നു. ഞാനിത് റിട്രീറ്റിനൊക്കെ പറയുമ്പോഴേക്കും ഈ പേരൻസിന്റെ പോർഷൻ പറയുമ്പോഴേക്കും ആരും അതിനകത്ത് കാര്യമായിട്ട് ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല, ക്യാരിഡ് ഓഫ് ആകുന്നത് കണ്ടിട്ടില്ല. മറ്റൊരു കൺവെൻഷൻ കഥ, ധ്യാന കഥ എന്നൊക്കെ മാത്രമേ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകള് എൻ്റെതൊപ്പം ഇങ്ങനെ നനഞ്ഞു തുടങ്ങുന്നു. ആദ്യത്തേത് ഞാൻ ആവർത്തിക്കുകയാണ്, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. രണ്ടാമത്തെ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ് ഇനിയുള്ള കാലത്ത് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം ഓരോ ദിവസവും ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള ഒരു പ്രക്രിയ. അത് റെക്കറന്റ് ഡിപ്പോസിറ്റ് ആണ്, മറ്റേത് വൺ ഡേ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും അതിനും ഇതേ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരുന്ന, ഓരോ ദിവസം അതിന് ചലഞ്ച് ഉണ്ട്, ഓരോ ദിവസം അതിന് ടാക്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പൊതുവെ ആ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിറ്റേഷൻ പറയാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എന്ത് എഴുതുന്നു, എങ്ങനെ എഴുതുന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളൊരു ഗിവൺനെസ് ആണ്. ഒരു പൂർവ്വ മാതൃക പോലും ആവശ്യമില്ല. അത് അതിൽ തന്നെ അങ്ങനെയാണ് മൗലികമാവുന്നത്.
പക്ഷെ അതിന്റെ പശ്ചാത്തലം എന്തായിരിക്കണം എന്ന് മാത്രം ഒന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു യോഹന്നാൻ 7:37-38 ഒരു മെഡിറ്റേഷനായിട്ട് ഞാനന്ന് സഹോദരന്മാരുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. അങ്ങനെ കൂടാരത്തിരുന്നാളിന്റെ ഒടുവിൽ യേശു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ നിന്ന് കുടിക്കട്ടെ. ഇങ്ങനെ ആവോളം കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് പോർഷനാണ് ഈ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ എഴുത്തെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു സ്ട്രീമാണ്, ഒരു അരുവിയാണ്. ഈ കുടിച്ച മനുഷ്യർ, ആവോളം കുടിച്ച മനുഷ്യര് അവരവരുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് കൊടുക്കുന്ന പ്രേരണ എന്ന നിലയിൽ ഇതിനെ ഒന്ന് വായിച്ചെടുത്താൽ നല്ലതായിരിക്കും. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ജീവന്റെ ഉറവയുണ്ടാകും. സർഗാത്മ എന്ന് പറയുന്നത് അത്തരം ഒരു ഉറവയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉറവയുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കാവുന്ന ഒരു 6ഓളം സൂചനകൾ പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മെഡിറ്റേഷനായിട്ട് മാത്രം എടുത്താൽ മതി. അതിനകത്ത് ഒന്നിങ്ങനെ ഈ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ എഴുത്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് എൻ്റെ ഒത്തിരി ആലോചിക്കേണ്ട വിഷയം ഇതാണ്: ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പിന്നെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുവിനെ കുറിച്ച് പൗലോസ് പറയുന്നൊരു വാക്കുണ്ടല്ലോ, പ്രത്യാശ തന്നെയായ യേശു. യേശു പ്രത്യാശ തരുന്നല്ല പറയുന്നത്, പ്രത്യാശ തന്നെയായ യേശു. ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന മിക്കവാറും മനുഷ്യർ പ്രശ്നം, അവരൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നത് ഇവിടുത്തെ ആശ്രമത്തിലെ ഒരു പാർലർ മുറിയാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ സ്റ്റക്കായൊരു മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിരിക്കും തന്നെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ലോകത്ത് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ മനുഷ്യര് നിശ്ചലരായി പോകുന്നൊരു കാലത്തിനകത്ത് ഈ മുമ്പോട്ട് പോകാൻ പ്രേരണ തരുന്ന എഴുത്താണോ നമ്മുടെ എന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതായിരിക്കും. ഈ പഴയ നിയമത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ ഒരു നഗരത്തിന് തീപിടിച്ചു, ഒരു കുടുംബത്തോട് മുമ്പോട്ട് പോകാനായിട്ട് പറഞ്ഞു, കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഓടുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആളത് പാലിക്കുന്നുണ്ട്. പക്ഷെ അയാളെക്കാൾ കൂടുതൽ ഇങ്ങനെ ഓർമ്മകളിൽ ജീവിക്കുന്നത്, ഇന്നലകളിൽ ജീവിക്കുന്നത് പൊതുവെ ഒരു സ്ത്രീയുടെ പ്രത്യേകതയാണ്. ആൾക്ക് അത്ര എളുപ്പത്തിൽ അതിനകത്തുനിന്ന് ഡീലിംഗ് ചെയ്യാന്നുള്ളത് സാധ്യമല്ല. അവളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു, നമ്മൾ വായിച്ചു കേൾക്കുന്നു, അവളിങ്ങനെ ഉപ്പുതൂണായിപ്പോയി. കത്തിപ്പോയ നഗരത്തിലോട്ട് നോക്കി ഉപ്പുതൂണായി പോകുന്ന ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെയാണ് നിങ്ങൾ പല രീതിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവരോട് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാം പാഠം. ഇങ്ങനെ സ്റ്റക്കാവാൻ പാടില്ല. എനിക്കതിനൊരു ഡിപ്രഷൻ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതെന്റെ സഹോദരന്മാർ പറയുന്നതിനകത്ത് എനിക്ക് അത്ര സ്വാതന്ത്ര്യമുണ്ടാ പറയുന്നത്. ഒരു 3 വർഷക്കാലം ഇതേ ആശ്രമത്തിന്റെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ നമ്മൾ കൂനിപ്പിടിച്ചിരുന്നു. അപ്പോഴെനിക്ക് വലിയൊരു അർത്ഥത്തിൽ ആ മിശിഹ എന്ന് പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം മനസ്സിലായത്. ഇത് നടക്കുന്ന ഒരു 50-ആം വയസ്സിലാണ്. 50-ഉം 53-നും ഇടയിലുള്ളൊരു 3 വർഷം അങ്ങനെ ഇരുന്ന് പോയത്. അതിനു മുമ്പ് ഞാൻ തീരെ ഉപയോഗിക്കാതിരുന്നൊരു വാക്കായിരുന്നു മിശിഹ എന്ന് പറയുന്നത്. വ്യക്തിപരമായ വിശ്വാസത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഒരു സംഭാഷണത്തിലോ എഴുത്തിലോ ഒന്നും കാര്യമായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോഴാണ് നേരത്തെ ഈ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കണക്ക് ഈ മുറിക്കകത്ത് ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആ അറിവിന്റെ ഒക്കെ ഒരു അപര്യാപ്തത എനിക്ക് മനസ്സിലായത്. നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. അപ്പോഴാണ് ആ വലിയ വാക്ക്, വലിയ മുഴക്കത്തോട് ഉള്ളിലോട്ട് വരുന്നത്, മിശിഹ, യൂനിയുടെ മെസ്സയ. മുമ്പോട്ട് പോകാനായിട്ടും പ്രത്യാശ തരാനും മനുഷ്യൻ മിശിഹായ വേണം. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കതാണ്, ഇങ്ങനെ മിശിഹ. അറിവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഈ ഒരു ഡിപ്രഷൻ എപ്പിസോഡ് അപ്പയ്ക്കുണ്ടായിരുന്നു. അപ്പയുടെയൊക്കെ എൻ്റെ ഏകദേശം ഈ പ്രായത്തിൽ തന്നെ അപ്പ ഇരുന്ന് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ലേമൻസ് ഇൻഫർമേഷൻ ഈ ഡിപ്രഷനിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അത്തരം ഒരു എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇത്തരം ഓരോ അറിവുകളും എന്നെ സഹായിച്ചില്ല. അപ്പോഴാണ് ഈ വാതിലടച്ചിരിക്കുമ്പോൾ അകത്തേക്ക് വരുന്ന ഒരാളെന്ന വേദപുസ്തക സൂചന എനിക്ക് മനസ്സിലായത്.
ബാക്കി ആർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെങ്കിലും നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കണം. പക്ഷെ ഉയർപ്പിന് ശേഷം നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്കാണ്, അവർ വാതിലടച്ചിരിക്കുമ്പോൾ അവനകത്തേക്ക് വന്നു. നിങ്ങൾ തഴുതിട്ടാലും നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നിങ്ങൾ ആഭിമുഖ്യം കാണിച്ചില്ലെങ്കിലും ഒരാളകത്തേക്ക് വരും. ആ മിശിഹ ഓരോരുത്തരും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും. ഒന്നതാണ് ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ടൊരു മിശിഹായെ നൽകുക എന്നുള്ള. വി നീഡ് സേവിയേഴ്സ്. നമുക്ക് രക്ഷകന്മാരെ ആവശ്യം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു ബീഡി വലിച്ചത് കുത്തിക്കെടുത്തണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മിശിഹായ വേണം. ആർക്കും അറിയാത്തത് അതിങ്ങനെ ഒരു തരത്തിലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്നൊക്കെ, ഒരു സിനിമ കാണാനൊക്കെ പോകുമ്പോൾ പോലും ഇങ്ങനെ രണ്ട് പരസ്യമാണ് വാസ്തവത്തിൽ ഈ പുകവലിയെ കുറിച്ച് വരുന്നത്. അതിന്റെ ആരംഭത്തിലുണ്ട്, ഇടവേളയിലുണ്ട്. എന്നിട്ടും അതിനിടയിലുള്ള ഒരു സമയത്ത് പോയി ഒരാൾ ബീഡി വലിച്ച് ഓടി വരുമ്പോഴേക്കും ഇത്രയും കൃത്യമായിട്ടുള്ള ഈ പരസ്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? വീടിന്റെ മെസ്സേജ്. അപ്പൊ ഇങ്ങനെ ഒന്നാമത്തെ അർത്ഥമുള്ള ഈ നിങ്ങളുടെ എഴുത്ത് മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടോ? ആ പ്രേരണ നിശ്ചയമായിട്ടും നിങ്ങൾ കൈമാറുന്ന ഒരു അറിവിന്റെ പ്രോഡക്റ്റ് അല്ല, നിങ്ങളുടെ മിശിഹായുടെ ഇടപെടലാണ്. 2, ജീവിതത്തെ ഈ നദി സ്വീകരിക്കുന്ന കണക്ക് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും. അക്സെപ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യം കൂടി നമ്മൾ പഠിപ്പിക്കണം. ഇതിനൊക്കെ ഒരു ഡിസൈൻ തമ്പുരാന്റെ ഉണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുറെ കൂടി കുലീനമായിട്ട് സ്വീകരിക്കാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന എഴുത്തിന്റെ ഒരു രണ്ടാമത്തെ ഒരു തലം. സെറനിറ്റി പ്രയർ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ലോർഡ് ഗീവ് മീ ദ ഗ്രേസ് ടു ചേഞ്ച് ദോസ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്, ഗീവ് മീ ദ എൻഡുറൻസ് ഫോർ ദോസ് തിങ്സ് ദാറ്റ് കാനോട്ട് ബി ചേഞ്ച്ഡ്. ആ രണ്ടാമത്തെ ഒരു എലമെന്റ് കുറച്ചുകൂടി ഗൗരവം കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനെ കുലീനമായിട്ട് ജീവിതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക. എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അങ്ങനെ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ബലവത്ത് കൊടുക്കുന്ന ഒരു എഴുത്തെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സങ്കല്പം. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ 4ാമത്തെ കോപ്പ എന്ന് പറഞ്ഞൊരു കാര്യം പറയാറുണ്ട്, 4th കപ്പ്. യേശുവിന്റെ പെസഹ വിരുന്നില്, എല്ലാ പെസഹ വിരുന്നിനകത്തും അവരൊരു രീതിയാണ് ഇങ്ങനെ 4 കോപ്പയ്ക്കകത്ത് ഇങ്ങനെ വീഞ്ചി വിളമ്പും. ഒരു 4 അനുഗ്രഹമാണ് ഈ പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രാർത്ഥനയുണ്ട്. അതിൽ 3ാമത്തെ കോപ്പ എന്ന് പറയുന്നതാണ് ഈ തിരുവത്താഴത്തിനൊക്കെ കാരണമായിട്ട്, ഞങ്ങളുടെയൊക്കെ ഒരു ഭാഷാ രീതിയിൽ കുർബാനയുടെ ഒക്കെ കാരണമായിട്ട് പറയുന്ന കൃതജ്ഞതയുടെ പാനപാത്രം. 4ാമത്തെ പാനപാത്രം യേശു എടുത്തിട്ടില്ല. അതിങ്ങനെ ഒരു പെയിന്റ് ധ്വനികളുള്ള ഒരു പാനപാത്രമാണ്. അവർ പ്രാർത്ഥിച്ചു, കൃതജ്ഞ പാടി ഇങ്ങനെ ഒരു തോട്ടത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 4ാമത്തെ പാനപാത്രത്തെ കുറിച്ചാണ്. കഴിയുമെങ്കിൽ ആ പാനപാത്രം എടുത്തു മാറ്റണമേ. അത് പെസഹ വിരുന്നില് കുടിക്കാതെ മാറ്റിവെച്ച പാനപാത്രമാണെന്നാണ് അതിന്റെ ഒരു എക്സൈറ്റിക്കൽ സ്റ്റഡീസിലൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്നിട്ടോ രക്തം വിയർന്ന് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. ഇൻഡൻസ് എന്നൊരു അർത്ഥമാണ് രക്തം വിയർക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രോമകൂപങ്ങളിൽ ഇങ്ങനെ ചോര കിനിയുന്ന വിധത്തിൽ അയാൾ പ്രാർത്ഥിച്ചു. എന്നിട്ടും അപ്പൻ മകനെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്, പാനപാത്രങ്ങൾ കുടിക്കാനുള്ളതാണ്, യു ഹാവ് ടു ഡ്രിങ്ക്. ഇപ്പൊ മനുഷ്യരുടെ ചില കഠിനാനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാനുള്ള പ്രേരണ തരുന്ന എഴുത്താണ് രണ്ടാമത്തെ ഒരു ഹെൽപ്പിംഗ് പീപ്പിൾ ടു അക്സെപ്റ്റ് ലൈഫ്. അതിന്റെ അർത്ഥം എല്ലാം ഇങ്ങനെ കണ്ണുപൂട്ടി എടുക്കാനുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ഞാൻ സെറനിറ്റി പ്രയർ പറഞ്ഞത്, മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രതല മനോഭാവം തരണം എന്നുള്ളത്. മാറ്റാൻ പറ്റുന്നതിനെ തീർച്ചയായിട്ടും മാറ്റണം. ഇപ്പൊ രണ്ടതാണ്. ആ 4th കപ്പൊക്കെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനുഷ്യന്റെ പ്രേരണ. എപ്പോഴാണ് യേശു വന്നിട്ട് മാറ്റിവെച്ച കോപ്പ കുടിക്കുന്നത്? പിറ്റേന്ന് ഉച്ചയ്ക്ക് 3 മണിക്കെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. കാരണം കുരിശിൽ കടന്നു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞ അവസാനത്തെ മൊഴികളിലൊന്ന് അതായിരുന്നു, എല്ലാം പൂർത്തിയായി. എല്ലാം പൂർത്തിയായെന്നുള്ളതിന് ഇങ്ങനെ പല ലെയറുള്ള മീനിങ് ഉണ്ട്. അതിലെ ആദ്യത്തെ മീനിങ് എന്ന് പറയുന്നത് ഇന്നലെ പൂർത്തിയാക്കാത്ത പോയ പെസഹ വിരുന്ന് പൂർത്തിയാക്കുന്നുള്ളതല്ലേ. അപ്പൊ രണ്ടിങ്ങനെ കുറെ കൂടി ഇങ്ങനെ കുലീനമായിട്ട് ജീവിതം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ധാര ഇങ്ങനെ നമ്മുടെ എഴുത്തായിട്ടൊക്കെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. 3ാമത്തത്
ഇങ്ങനെ കുറെ കൂടി ശുദ്ധീകരിക്കുന്ന ഒരു എഴുത്തുണ്ട്. എനിക്കൊന്ന് എല്ലായിടത്തും ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. ഒരു കാലത്ത് ഈ അകന്നുപോയ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ രൂപപ്പെട്ടത്. ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും കണക്ട് ആകാൻ വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായത്. പക്ഷെ വൈകാതെ അതിങ്ങനെ പതുക്കെ പതുക്കെ ഒരു അഴുക്ക് ചാലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യർ അവരുടെ വെറുപ്പും പകയും ക്രമം തെറ്റിയ മമതകളും ഒക്കെ ഇങ്ങനെ ഒഴുക്കി വിടുന്ന, ചുരുട്ടി എറിയുന്ന ഡസ്റ്റ്ബിൻ ആയിട്ട് മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമും മാറിക്കൊണ്ടിരിക്കുന്നു. ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ എഴുത്ത് വളരെ ചെറുതായിട്ടാണെങ്കിൽ പോലും അതിനൊരു നവീകരണ പ്രക്രിയയിൽ, ശുദ്ധീകരണ പ്രക്രിയയിൽ, പർഗേറ്റീവ് പ്രക്രിയയിൽ ഒരു റോൾ ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. നിരന്തരം ഇങ്ങനെ ശുദ്ധിയുള്ള എഴുത്തിൽ ഏർപ്പെടുക എന്നുള്ള, ഈ പ്യൂരിഫൈ ചെയ്യുന്ന എഴുത്തില് വായിച്ചു കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഷവർ താഴേക്ക് നിന്ന് കണക്ക് തോന്നിപ്പിക്കുന്ന ഒരു എഴുത്ത് തമ്പുരാൻ നിങ്ങൾക്ക് തരും. നമുക്കിതിനെ ഇവിടെ തർക്കിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള കാര്യങ്ങൾ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കഥയൊന്നുമില്ല. ഇതിനകത്ത് മോശമാണെന്ന് പറയുന്നതിനോടൊപ്പം ഇതിന്റെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുണ്ടാവണ്ടേ. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളി ഇങ്ങനെ അഴുക്കുചാലിപ്പെട്ട് മരിച്ചു. ഇതിന്റെ പേര് ജോയ് എന്നാണ്. അത് കേട്ട ദിവസം തൊട്ട് എന്നെ ഇടക്കിടക്ക് ഈ ഒരു സംഭവം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ വിചാരിക്കുന്നു, ഈ നമ്മുടെയൊക്കെ അഴുക്കുകൾക്കിടയിൽപ്പെട്ട് എന്തുമാത്രം നിഷ്കളങ്കരായ മനുഷ്യരാണ് ശ്വാസം മുട്ടുന്നത്. വീടുകൾക്കകത്തൊക്കെ ഇങ്ങനെ പേരൻസിന്റെ ഒക്കെ അഴുക്കിൽപ്പെട്ട് കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടുന്ന കഥകളൊക്കെ നിങ്ങൾ കൗൺസിലിംഗ് റൂമിലൊക്കെ കേൾക്കുന്നില്ലേ? അപ്പോൾ ഇത്രയും ഇങ്ങനെ ലോകം കുറച്ചുകൂടി ശുദ്ധീകരണം, ഹൈജീൻ അർഹിക്കുന്നുണ്ട്, ഇമോഷണൽ ഹൈജീൻ അർഹിക്കുന്നുണ്ട്. ആ ഇമോഷണൽ ഹൈജീന് സഹായിക്കുന്ന എഴുത്തുകൾ, ഈ സ്നാനപ്പെടുത്തുന്ന എഴുത്തുകളെന്ന് തന്നെ അതിൻ്റെ അർത്ഥം. എഴുത്തിനെയൊക്കെ ഒരു തീർത്ഥമായിട്ട് മനസ്സിലാക്കി അതിലിങ്ങനെ മുങ്ങി നിവരാ. ഉദാഹരണത്തിന് അതിന്റെ അർത്ഥം ഇങ്ങനെ എല്ലാം ഇങ്ങനെ പുണ്യം പറയണം എന്നല്ല, എല്ലാം ഈ നല്ല മനുഷ്യരെ കഥ പറയണം എന്നല്ല. ഡോസ്റ്റോവസ്കിയുടെയൊക്കെ കഥാപാത്രങ്ങളാണ് ഇപ്പൊ എഴുത്തില് എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോസ്റ്റോവസ്കിയാണ്. ഇങ്ങനെ അസാധാരണമായ രീതിയിൽ ഇങ്ങനെ യേശുവിന്റെ പ്രകാശമുള്ള നിഴലിൽ അയാളുടെ എഴുത്തിൽ വന്ന് കിടപ്പുണ്ട്. ഇങ്ങനെ മഞ്ഞുഭൂമിയിലേക്ക് നാടുകടത്തപ്പെടുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് തന്നോട് കരുതി വെക്കാനായിട്ട് ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത്, പുതിയ നിയമത്തിന്റെ ഒരു കോപ്പി. അത് ഭക്ഷിച്ചാണ് ഈ മനുഷ്യൻ തന്റെ കഠിനകാലങ്ങളെയൊക്കെ അതിജീവിക്കുന്നത്. ആ ഭക്ഷിച്ചതൊക്കെ അയാളുടെ എഴുത്തിൽ കിടപ്പുണ്ട്. പക്ഷെ ഒറ്റനോട്ടത്തിൽ അതിങ്ങനെ നിരാശരായ മനുഷ്യരുടെയും ഒറ്റുകൊടുക്കുന്ന മനുഷ്യരുടെയും ഗണികകളുടെയും യേശുവിന്റെ ഭാഷയെ, ബൈബിളിന്റെ ഭാഷ ചുങ്കക്കാരുടെ ഒക്കെ പുസ്തകമാണ് കഥകളെ മനുഷ്യ എഴുതും. എന്നിട്ടും അതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ ശുദ്ധി ഉണ്ടാവുന്നു. അപ്പൊ അതൊരു ക്രാഫ്റ്റാണ് വാസ്തവത്തില്. നന്മ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ നല്ല കഥാപാത്രങ്ങളെ കുറിച്ച് എഴുതാന്നുള്ള അർത്ഥത്തിലല്ല. ലാറ്റിൻ അമേരിക്കൻ സിനിമകളെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഒറ്റനാട്ടിൽ ഭയങ്കര ഡാർക്കായ ലോകമാണ് അവരിങ്ങനെ തിയേറ്ററിൽ സൃഷ്ടിച്ചെടുക്കുന്നത്. പക്ഷെ അതിനകത്തുനിന്ന് ഇങ്ങനെ ഇരുട്ട് പിഴിഞ്ഞിട്ടും വെളിച്ചം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ മൂന്നതാണ്. നാലിങ്ങനെ കൺസോളിങ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് കിട്ടിയൊരു വലിയൊരു സമാധാന എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു മുതിർന്ന ഒരു എഴുത്തുകാരൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഏർപ്പെടുന്ന എഴുത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് മലയാളത്തില് ഒരു പ്രത്യേക ഒരു എഴുത്തിന്റെ ഒരു മേഖലയാണ്. അദ്ദേഹം അതിനെ പറഞ്ഞ വാക്ക് ഇങ്ങനെ സാന്ത്വന സാഹിത്യം എന്ന് പറഞ്ഞൊരു വാക്കാണ്, ഈ കൺസോളിങ് റൈറ്റിംഗ്. അതുമൊക്കെ അതിന്റെ ഒരു ശ്രദ്ധയിൽ തന്നെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കൺസോളിങ് റൈറ്റിംഗ് ആണെന്നുള്ള, മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന, തണുപ്പിക്കുന്ന ഒരു എഴുത്താണെന്നൊക്കെ ഉള്ളതാണ്. കാരണം മനുഷ്യൻ അത്രയും ഇങ്ങനെ വെന്ത നായക്കണക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഈ എഴുത്തെന്ന് പറയുന്നതും വായന എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്ന ലോകത്ത് നടക്കുന്ന ഏറ്റവും സ്വകാര്യമായ സംഭവം. വേറെ ഒന്നിനും ഇത്ര ഏകാന്തതയും സ്വകാര്യതയും ആവശ്യമില്ല. ഒരു ബാല കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ ഒക്കെ നിങ്ങൾക്കൊരു വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണും. പക്ഷെ ഇത് മാത്രമാണ് ഈ സ്വകാര്യതയിൽ സംഭവിക്കുന്ന ഒരു കാര്യം.
ഈ സ്വകാര്യതയിലും ഏകാന്തതയിലും ഒക്കെ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾക്കകത്തുനിന്ന് നമുക്ക് എന്തുമാത്രം സമാശ്വാസം കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നാലാമത്തെ അന്വേഷണം. 5, ഇങ്ങനെ ഈ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പൊതുവെ ഇപ്പൊ നമ്മൾ സംസാരിക്കാറില്ല. ലോകത്ത് വിൽക്കപ്പെട്ടിട്ടുള്ള അനേകം പ്രതികൾ വിൽക്കപ്പെട്ടുള്ള ഒരു ഗ്രന്ഥമൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു നമ്മുടെയൊക്കെ ഒരു പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം അമേരിക്കയുടെയൊക്കെ ചെറുപ്പക്കാരെ വലിയ അളവിൽ സ്വാധീനിച്ച് ഇങ്ങനെ അനവധി പ്രിന്റുകളൊക്കെ രേഖപ്പെടുത്തിയൊരു പുസ്തകമാണ്. എന്ത് ഈ പർപ്പസ് ഓഫ് ലൈഫ് കുഞ്ഞു സംഭവമാണ്, എന്തിനു വേണ്ടിയാണ് ഇനി അവിടെ? ഞാൻ വിചാരിക്കുന്ന ഒരു ദൈവവിളി എന്നൊക്കെ പറഞ്ഞൊരു പദം കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താ ദൈവവിളി എന്ന് പറയുന്നത്? കടപ്പുറത്ത് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന കുറേ മനുഷ്യ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് കൺസ്ട്രക്റ്റീവായിട്ട് ഇടപെടാനായിട്ടുള്ള ദൈവത്തിന്റെ ക്ഷണത്തിന്റെ പേരാണ് ഈ വൊക്കേഷൻ എന്ന് പറയുന്നത്. സംതിങ് യു ഷുഡ് ഓഫർ ടു ദ ഹ്യൂമൻ കൈൻഡ്. അപ്പൊ നമ്മുടെ എഴുത്തെന്നൊക്കെ പറയുന്നത് നമ്മുടെ ദൈവവിളിയായിട്ട് എടുത്തെന്നല്ലായിരിക്കും, ഒരു വൊക്കേഷനാണ്. അടുത്ത കാലത്തൊക്കെ എനിക്ക് ഏറ്റവും ശക്തമായ വേദപുസ്തക വാക്കായിട്ട് തോന്നുന്ന ചോസൻ എന്ന് പറഞ്ഞൊരു വാക്കാണ്. എഴുത്തുകാരൊക്കെ ചോസനാണ്. ഈ ചോസൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക ജനത അവരെ തന്നെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കായിരുന്നു ചോസൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ചോസനായ ജനതയോട് ദൈവം പറഞ്ഞ ഇങ്ങനെയാണ്, അത് ഒക്കെ ഇങ്ങനെ മെറ്റഫറായിട്ട് തന്നെ എടുക്കണം കേട്ടോ. നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ വിതയ്ക്കാത്ത വയലുകൾ ഞാൻ നിങ്ങൾക്ക് തരും. അതുപോലെ എഴുത്തുകാരൻ ചോസനാണെന്ന് പിടുത്തം കിട്ടുമ്പോൾ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇന്നോളം നിങ്ങൾ ഇന്നോളം നിങ്ങൾ വായിച്ചെടുക്കാത്ത മൗലികമെന്ന് നാളെ ഒരുപക്ഷെ നിങ്ങളുടെ കാലം രേഖപ്പെടുത്താൻ പോകുന്ന നവീനമായ വാക്കുകൾ അവിടെ നമുക്ക് വേണ്ടി തരും. നമ്മൾ തീരെ കണ്ടെത്താൻ നമ്മുടെ ബുദ്ധി കൊണ്ട് പറ്റാത്ത അർത്ഥവും പ്രകാശവും അവിടെ നമ്മുടെ വാക്കുകളിലേക്ക് നിക്ഷേപിക്കും. ഒരു വൊക്കേഷനായിട്ടൊക്കെ അവനവന്റെ എഴുത്തിനെടുത്താന്നല്ല, ലോകത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്ന ഭണ്ഡാരത്തില് നിങ്ങൾക്ക് ഇടാവുന്ന ഏറ്റവും വലിയ കാണിക്കയാണ് നിങ്ങളുടെ വാക്കുകൊണ്ടൊക്കെ ഇങ്ങനെ അനേകം മനുഷ്യർ എല്ലാ കാലത്തും പ്രകാശിച്ചിട്ടുണ്ട്. വാക്കിന്റെയൊക്കെ ഫോർമാറ്റ് മാറുന്നുണ്ടാകും. ഒരിക്കൽ പുസ്തകങ്ങൾ വായിക്കുന്നു, ചിലപ്പോൾ ഇതേ വാക്ക് തന്നെ ആയിരിക്കാം കുട്ടികൾ ഇങ്ങനെ റീൽസിലൊക്കെ തരുന്നത്. പക്ഷെ എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഒരൊറ്റ വാക്കാണ്. ഇങ്ങനെ വാക്കിലൂടെ എല്ലാം ഉണ്ടായി. ആദിയിൽ വാക്കുണ്ടായിരുന്നു, വാക്കിലൂടെ എല്ലാം ഉണ്ടായി. എങ്ങനെ വാക്കിലൂടെ ഉണ്ടായതൊക്കെ എന്താണ്? വെളിച്ചം ഉണ്ടായത്. അതിലുണ്ടായ എല്ലാ വാക്കിന് ശേഷവും നമ്മൾ അതല്ലേ പറയുന്നത്, ഇങ്ങനെ അതിനുശേഷം വെളിച്ചം ഉണ്ടായി. അവിടെ ദർ വാസ് ലൈറ്റ്. പുതിയ മതിലൊക്കെ വരുമ്പോൾ ഈ ചുള്ളുകൾ കഴിയുമ്പോൾ പ്രകാശം പരക്കും എന്നൊക്കെ പറയുന്ന ഈ വാക്കിനുള്ള കീർത്തനമാണ്. അതതിൻ്റെ ഒരു നാലാമത്തെ ഒരു പ്രതലം, അല്ല അഞ്ചാമത്തെ ഒരു പ്രതലം, ഈ പർപ്പസ് ഓഫ് ലൈഫ്, പർപ്പസ് ഓഫ് റൈറ്റിംഗ്. വൈ ആർ വി ഹിയർ? അയാളുടെ ഒരു കൂട്ടുകാരത്ത് ചോദിക്കുന്ന കണക്കാണ്, ദൈവം പ്രത്യക്ഷപ്പെട്ട നിന്റെ അടുക്കല് ഒരേ ഒരു കാര്യം മാത്രം ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നീ എന്ത് ദൈവത്തോട് ചോദിക്കുക? അപ്പോൾ ആ സ്ത്രീ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ ദൈവത്തോട് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കത്തുള്ളൂ, എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താ? ഇത് വ്യക്തമാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറച്ചുകൂടിയൊക്കെ നമ്മുടെ ഒരു നിശബ്ദയുടെ ലോകമൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഏകാന്തതയിൽ ഇരുന്ന് എഴുതുന്നത്, വായിക്കുന്നത്. കാരണം എല്ലാവരും അങ്ങനെ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഒരു തിയേറ്ററിലൊക്കെ അവസാനം ഓടി വരുന്ന ചില മനുഷ്യ കണക്കാണ്. സിനിമ തീരാനായിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വൈകിപ്പോയി ചില മനുഷ്യർ ടിക്കറ്റ് എടുത്തുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടേക്ക് ഓടിക്കയറും. അപ്പൊ സിനിമയിൽ അതിന്റെ ഏകദേശം അവസാന ഭാഗമാണ്. അപ്പൊ ഈ വന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് കാരണം എന്താണെന്നൊക്കെ ആലോചിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ സിനിമ. അതിങ്ങനെ ആലോചിച്ചിരിക്കുന്നതിനിടയിൽ പുറത്തേക്കുള്ള ആ ഒരു ഡോറിലെ വെളിച്ചം തെളിയുന്നു, എക്സിറ്റ്. മിക്കവാറും മനുഷ്യരുടെ ഒക്കെ ഒരു പ്രതിസന്ധി അതാണ്. ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പേയും എന്താണ് ആലോചിക്കുന്നത് പിടുത്തം കിടുന്നതിനേക്കാൾ മുമ്പേയും ഇങ്ങനെ പുറത്തേക്കുള്ളൊരു വാതിൽ തുറന്നു പോകുന്ന വിധത്തിൽ അത്രയും ചെറിയ നേരമേ നമുക്കുള്ളൂ. ഉടനീളം വേദപുസ്തകത്തിൽ യേശു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അല്പനേരം മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുള്ളൂ.
ലോകത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിയാലിറ്റി ദ ടൈം ഈസ് ടു ഷോർട്ട് എന്നുള്ള. വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു മണൽ ഘടികാരം കണക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു ജാറിൽ നിന്ന് മറ്റതിലേക്ക് ഇങ്ങനെ മണ്ണ് ചോർന്നു പോകുന്നത് പോലെ കാലം നമ്മുടെ കൈവെള്ളയിലൂടെ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ചില അന്വേഷണങ്ങളും തീർപ്പുകളും ഒക്കെ ഇല്ലാതെ എങ്ങനെ മനുഷ്യർ കടന്നു പോകാൻ പറ്റും? മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് പോയെന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത, അതിനെ ചലഞ്ച് ചെയ്യേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവത്താഴ ശുശ്രൂഷ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ എനിക്കൊന്ന് എല്ലാ സഭയും അതിൽ പങ്കുചേരുന്നുണ്ട്. എൻ്റെ തിരുവത്താഴ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഒരു ആൾ മടങ്ങിപ്പോവുകയാണ്. ഒരു വ്യാഴാഴ്ച മടങ്ങിപ്പോകുമ്പോൾ ഒരു അപ്പം എടുത്തു വെച്ചു. ഇത് പറഞ്ഞ് നിങ്ങൾ ഒത്തുചേരുമ്പോഴൊക്കെ ഇത് എൻ്റെ നാമത്തിൽ ഭക്ഷിക്കണം. വെള്ളിയാഴ്ചയും ശനിയാഴ്ച അത് അവിടെ ഇരുന്നു. ആ ഞായർ തൊട്ട് അത് ചലിച്ചു തുടങ്ങി. നാളെ ഒരു ഞായറാഴ്ചയാണ്. നാളെ മിക്കവാറും പേരുടെ കർത്തൃമേശയിൽ ഈ അപ്പം പിന്നെയും ഓർമ്മിക്കപ്പെടും. 12,000 വർഷമായിട്ട് ഇഴമുറിയാതെ മനുഷ്യരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കണക്ക് അപ്പം കണക്ക് ശക്തമായ അടയാളം വേറെയില്ല. അത്രയും ഇഴമുറിയാത്ത ഓർമ്മകളൊക്കെ ഈ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നമ്മളോടും നമ്മുടെ വായനക്കാരോടും ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? അപ്പൊ അതതിൻ്റെ ഒരു ആറാമത്തായിട്ട് ഇങ്ങനെ നദികളെ കുറിച്ച് പറയുന്നത്, നദികള് ദാഹം ഉണർത്തും എന്നാ പറയുന്നത്. പൊതുവെ നമ്മൾ വിചാരിക്കാറുണ്ട് നദികൾ ദാഹം ശമിപ്പിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രൈമറി പർപ്പസ്. പക്ഷെ കുറച്ചുകൂടി നിങ്ങൾ കണ്ടുപിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നദികൾ ദാഹം ശമിപ്പിക്കുക മാത്രമല്ല, ദാഹം ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മറന്നുപോയ ദാഹത്തെ പെട്ടെന്ന് ഈ നദികൾ ഓർമ്മിപ്പിക്കും. കുറച്ച് മരുഭൂമി യാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് വെച്ചാൽ 2 മരുഭൂമി യാത്രക്കെങ്കിലും പോയിട്ടുണ്ട്, സഫാരി എന്നൊക്കെ പറയുന്ന. അപ്പൊ അതിന് മുമ്പ് നമുക്ക് വേണ്ടി ചില സെഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒരുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അന്ന് കിട്ടിയൊരു നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: ഈ യാത്രയിൽ ഉടനീളം നിങ്ങൾ വെറുതെ ഓർത്തോളം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരേ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത്, ഇത് വെള്ളമാണ്. വെള്ളം കിട്ടില്ലെന്ന മട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരുവപ്പെടുത്തണം. എന്നിട്ട് നമുക്കറിയാം അങ്ങനെ വെള്ളമില്ലാത്ത ഇടങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. ഈ ഹാഗാറിന്റെ കഥയിലൊക്കെ പറയുന്ന കണക്ക് എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. വാദി എന്നാണ് നമ്മളതിന് പറയുന്നത്. അങ്ങനെ മരുഭൂമിയിലെ ചെറിയ ചെറിയ ഉറവാണ് ഈ വാദി. ആദ്യം പിടുത്തം കിട്ടുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഒട്ടകങ്ങൾക്കാണ്. അതുങ്ങളുടെ മീതെയുള്ള നിയന്ത്രണം വിട്ടിട്ട് അവിടേക്ക് ഇങ്ങനെ ഓടിപ്പോകും. കൂടെ അതിന്റെ ജോലിക്കാർ പോകും, പുറകെ നമ്മളും ഒക്കെ അതിന്റെ കൂടെ ഓടിയെത്തുന്നു. നമ്മളെല്ലാം മറന്ന ദാഹത്തെ പെട്ടെന്ന് ഈ ഉറവ ഉണർത്തും. ആത്യന്തികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ നിങ്ങളുടെ കാലത്തിന്റെ ദാഹത്തെ ഉണർത്തുന്നുണ്ടോ? ദാഹത്തിന് വേദപുസ്തകത്തിൽ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ: പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. ആ പ്രഭുവിനോടുള്ള പ്രേമം, മറ്റൊന്നുമല്ല. യേശുവിന്റെ അടുക്കലേക്കൊക്കെ വന്ന എല്ലാ മനുഷ്യനും ജീവിതത്തിൽ യേശു ഉണ്ടാക്കിയ വ്യത്യാസം ആ വലിയ ദാഹത്തെ, അവർ മറന്നുപോയ ദാഹത്തെ അവിടെ ഉണർത്തി. ഇപ്പൊ സമരയിലെ കടറ്റുമക്കളൊക്കെ അവിടെ നിന്നിരിക്കുന്നത് കണ്ടില്ലേ? വെള്ളം കോരാൻ വന്ന സ്ത്രീയാണ്. എങ്ങനെയാ ഭാഗം അവസാനിക്കുന്നത്? വെള്ളം കോരി വെച്ച കുടം അവന്റെ കാൽപാദങ്ങളിൽ വെച്ചിട്ട് അവളിങ്ങനെ നടന്നു പോവുകയാണ്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നൊരു സ്ത്രീ എന്തിനാണ് ഈ കോരി നിറച്ച കുടമൊക്കെ ഇങ്ങനെ കാൽപാദങ്ങൾ വെച്ചിട്ട് നടന്നു പോകുന്നത്? അവൾക്ക് പരിചയമില്ലാത്തൊരു പുതിയൊരു ദാഹത്തെ ഇങ്ങനെ യേശുവിന്റെ സാമീപ്യം അവൾ ഉണർത്തിയാണ്. ഒരു എലമെന്റ് ഓഫ് ട്രാൻസെൻഡൻസ് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് യേശു അവളടുത്ത് പറഞ്ഞു: സ്ത്രീയെ, നീ കുടിക്കണ കിണറ്റിൽ നിന്ന് കുടിച്ചാൽ ദാഹം ശമിക്കില്ല. ഞാൻ വിചാരിക്കുന്നു ഇവിടെ വെച്ചാണ് യു ആർ ടേണിംഗ് ടു ബി എ ക്രിസ്ത്യൻ റൈറ്റർ. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ഞാൻ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തു മതം എന്ന അർത്ഥത്തിലല്ല, ക്രിസ്തുവിന്റെ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങളുടെ എഴുത്ത് ഏതെങ്കിലും തരത്തിലൊരു ട്രാൻസെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടാണോ? നിങ്ങളുടെ എഴുത്തിലോട്ട് യാക്കോബിന്റെ കോവണി വരുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു സങ്കല്പം പറയാറില്ലേ? ഇങ്ങനെ ഒരു കോവണി കണ്ടു, ആ കോവണിയിലൂടെ ഇങ്ങനെ മാലാഹന്മാര്
കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തു. ആ ഇടത്തിന് ഒരു ബത്തേൽ എന്നൊക്കെ പേരിട്ടു. നിങ്ങളുടെ എഴുത്തു പുസ്തകശാലയൊക്കെ ഇങ്ങനെ ബത്തേലാവുന്നുണ്ടെന്നുള്ള അന്വേഷണമാണ് അവസാനത്തത്. മറന്നുപോയ ദാഹങ്ങൾ ഉണർത്താനായിട്ട് കവർ ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്കൊക്കെ ഇങ്ങനെ ചുവടി ചവിട്ടാനുള്ള ധൈര്യമൊക്കെ കൊടുക്കുന്ന എഴുത്ത്. ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലുമൊക്കെ തരത്തിൽ എഴുത്തിനെ പ്രചോദിപ്പിക്കുകയും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നൽകിയിരിക്കുന്ന ഒരു സമയം ഒരു 40 മിനിറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു അത്രയൊന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ എനിക്ക് ഈ ഒരു റിഫ്ലക്ഷൻ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. കണ്ട ചിന്തയൊന്ന് ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. ഒന്നിങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ. ഒന്ന് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, രണ്ട് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റിനെ അഗാധമാക്കാൻ വേണ്ടിയാണ് ഒരു അനുബന്ധ ശുശ്രൂഷയായിട്ട് നമ്മൾ എഴുത്തിനെ സങ്കല്പിച്ചെടുക്കേണ്ടത്. ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവം ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വീട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, അമ്മ വളരെ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു, പക്ഷെ അപ്പൻ അത്രയും ഭക്തനായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും ഈ പല കാര്യങ്ങൾക്കകത്തും അപ്പനേക്കാൾ ഏറെ യേശു എന്ന് പറഞ്ഞ ഏകകത്തെ ഉപയോഗിച്ചത്, അല്ല അമ്മയേക്കാൾ കൂടുതലായിട്ട് യേശു എന്ന ഏകകത്തെ ബെഞ്ച് മാർക്കൊക്കെ ഉപയോഗിച്ചത് അപ്പനായിരുന്നു. പറയുമ്പോൾ വിഷമമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ അവസാന കാലങ്ങളിലൊക്കെ അപ്പൻ അധ്യാപകനായിരുന്നു. ഈ അധ്യാപകനായ അപ്പൻ ഇങ്ങനെ ഇതുണ്ട്, പെൻഷൻ കിട്ടും. അവസാന കാലമൊക്കെ വരുമ്പോഴേക്കും പുള്ളി ഈ പെൻഷനുമായിട്ട് പോസ്റ്റ്മാൻ വരുമ്പോഴേക്കും വാങ്ങത്തില്ല. എന്നിട്ട് പോസ്റ്റ്മാൻ്റെ അടുത്ത് പറയും, ഞാൻ എന്ത് ചെയ്തിട്ടാണ്ടോ എനിക്ക് ഈ പ്രതിഫലം കിട്ടുന്നത്. ഓക്കെ, എന്തൊരു നീതിമാനായ, വേദോസൊക്കെ പറയുന്നത് നീതിമാനായ ഒരു മനുഷ്യനുമായിട്ട് കടന്നു വരുന്ന ഒരു വാക്കാണ്. പിന്നെ എന്ത് ചെയ്യാം, കുറെ കാലം പഠിപ്പിച്ചിരുന്നു. അതിന് ശേഷം ഏകദേശം 10-20-30 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല. എനിക്ക് എന്തിനാണ് സർക്കാർ കാശ് തരുന്നത്? ഇത്ര ആശങ്കയിലൊക്കെ പെട്ട് വരാമായിരുന്നു അപ്പൻ. എന്നിട്ട് പിന്നെ മക്കൾ കുറച്ചുകൂടി ബുദ്ധിയുള്ളവരെന്ന നിലയിൽ അത് ബാങ്കൊക്കെ ആയിട്ട് ക്രമപ്പെടുത്തിയിട്ടാണ് അപ്പൻ്റെ പെൻഷനൊക്കെ പിന്നീട് വരുന്നത്. ഒരു ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റിലോട്ട് മാറുമ്പോഴേക്കും ജീവിതം ഭയങ്കര ചലഞ്ചിങ് ആവും. ഒന്നും എളുപ്പമല്ല. ആ എളുപ്പമല്ലാത്ത യേശു തപസ്യയാണ് എഴുത്തിൽ നമ്മുടെ ഒരു ബേസിക് മാറ്റർ. ഹെൽപ്പിംഗ് പീപ്പിൾ ടു അഡ്രസ് ദ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ അതിനകത്തു നിന്നാണ് നമ്മൾ യോഹന്നാൻ 7:37-38 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം ഈ ഞങ്ങളുടെ ഒരു സ്നേഹിത മടങ്ങിപ്പോയപ്പോഴും അവരിങ്ങനെ ഡെങ്കിപ്പനിയൊക്കെ ആയിട്ട് മരിച്ചുപോയി. ഇപ്പൊ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവരെനിക്ക് ചെയ്ത ടെക്സ്റ്റ് ഇതായിരുന്നു, ഞാൻ നദിയാണ്. കാരണം അതിന് തൊട്ട് മുമ്പത്തുള്ള റിട്രീറ്റിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു വിഷയമായിരുന്നു ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും, വിശ്വസിക്കുന്നവർ നെഞ്ചിൽ ഇങ്ങനെ ഉറവയൊഴുകും. ആ വാക്ക് എഴുതിയിട്ടാണ് ആ സ്ത്രീ കടന്നു പോയത്, ഞാൻ നദിയാണ്. ഒരു പക്ഷേ വായിച്ചുള്ള എല്ലാ പുസ്തകങ്ങളെക്കാളും എഴുത്തെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് ആ സ്ത്രീ എഴുതി വെച്ചിട്ട് 2 വരികയാണ്, ഞാൻ നദിയാണ്, നീ കാണാതെ ഒഴുകിക്കോളാം. അപ്പൊ വിശ്വസിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ നദിയാകാൻ പറ്റും. ആ അതിനകത്ത് ചോസനായ മനുഷ്യരാണ് ഈ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരവരുടെ എഴുത്തിനെ ഇങ്ങനെ നമ്മുടെ തന്നെ നെഞ്ചിൽ നിന്നുള്ള ഉറവയായിട്ട് കണ്ടെത്തിയാൽ നല്ലതായിരിക്കും. അതിനകത്ത് ഏകദേശം 6ഓളം ഒരു സൂചനയുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ് പറയാൻ ശ്രമിച്ചത്. ഒന്നിങ്ങനെ മനുഷ്യനെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ എഴുത്തിലുണ്ടാവണം. അതിനിങ്ങനെ മാനുഷികമായ മാർഗങ്ങളൊന്നുമില്ല എക്സെപ്റ്റ് ഇൻട്രൊഡ്യൂസിങ് യുവർ മെസ്സേജ. ഈ മിസ്സിയെ പരിചയപ്പെടുത്താതല്ലാതെ വേറെ ഒന്നുമില്ല. 19 വയസ്സായിട്ടുണ്ട് എനിക്ക്. ഈ 58 വയസ്സിലെത്തുമ്പോൾ എനിക്കിപ്പോൾ പിടുത്തം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം വളരെ എൻ്റെ ആമുഖത്തിലെ വളരെ അനുഭവത്തോടു കൂടി കുട്ടി സാർ പറഞ്ഞത് കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. എന്താ ഇങ്ങനെ ഈ നിങ്ങളുടെ എഴുത്ത് ഇങ്ങനെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ടോ? അതിനെ അക്സെപ്റ്റ് ലൈഫ്, കുറച്ചുകൂടി കുലീനമായിട്ട് ജീവിതം സ്വീകരിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. 3 ഇങ്ങനെ ശുദ്ധിയുള്ളൊരു എഴുത്ത്. 4 കൺസോളിംഗ് ആയിട്ടുള്ള എഴുത്ത്. 5 ഇങ്ങനെ പർപ്പസ്ഫുൾ,
നമുക്കിങ്ങനെ പരന്നൊഴുകാനായിട്ട് നേരമൊന്നുമില്ല. നദികൾ അതിന്റെ പ്രഭവ ഇങ്ങനെ പരന്ന ഒഴുകുന്നത് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ ഇങ്ങനെ കൺവേർജ് ചെയ്തു വരും. എനിങ്ങനെ ഗംഗയുടെ ഒക്കെ ഉറവിടം കണ്ടിട്ടുണ്ട്. ഗംഗ ഒഴുകിത്തീരുന്ന ഇടത്തിന്റെ പേരിൽ അത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ അതിനെ വിളിക്കുന്ന വാക്ക് ഗുഗ്ലിയാണ്. ഗുഗ്ലി കുത്തി ഒഴുകുന്നതാണ്. അതിന്റെ ആരംഭത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരന്ന ഒഴുകുന്നത്. പക്ഷെ അതുപോലെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഏകാഗ്രമാക്കുന്ന ഒരു എഴുത്തുണ്ട്. ഈ മഹാകവി എന്നൊക്കെ ജപ്പാനിലൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ മഹാകവി സങ്കല്പം. നമ്മുടെ ഇവിടെ മഹാകവി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മഹാകവി എഴുതിയ ഒത്തിരി എലാബറേറ്റ് ആയിട്ട് എഴുതിയ മനുഷ്യർക്ക് കൊടുത്തിരുന്ന ഒരു കോംപ്ലിമെന്റ് ആയിരുന്നു, ഒരു വിശേഷണമായിരുന്നു. പക്ഷെ ജപ്പാനിലൊക്കെ ഒരാൾ മഹാകവി ആകുമെന്ന് പറയുന്നത് ഇങ്ങനെ അയാളുടെ വാക്ക് ഹൈക്കൂലോട്ട് വരുമ്പോഴാണ്. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെ 3 വരിയിലോട്ട് ഒരുങ്ങുമ്പോഴാണ് അവിടെ അയാൾ ഇങ്ങനെ ഒരു റിയൽ പോയറ്റായിട്ട് മാറുന്നത്. ഇങ്ങനെ വാക്കുകൾ പോലും ചുരുക്കേണ്ട സമയമായി. എന്തുമാത്രം ചുരുക്കി വാക്കുകൾ പറഞ്ഞ ഒരാളുടെ പേരാണ് യേശു. പക്ഷെ ആ ചുരുക്കിയ വാക്കുകളിലോട്ട് ഇങ്ങനെ എന്തുമാത്രം പ്രകാശത്തിന്റെ സന്നിവേശം ഉണ്ടാവണം. അവസാനമായിട്ട് ഇങ്ങനെ ഈ പർപ്പസ് ഫിൽഡ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒടുവിലായിട്ട് നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ കാലത്തിന്റെ ദാഹത്തെ ഉണർത്തുന്നുണ്ടോ? പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ എല്ലാ സഹോദരന്മാരുടെ എഴുത്തില് ഏതെങ്കിലുമൊക്കെ ഒരു അനുഭവത്തിൽ സംഭവിക്കുന്നുണ്ട്. അത്രയും നല്ല എഴുത്തും അത്രയും നല്ല പ്രകാശമൊക്കെ നൽകുന്ന ആ ചൈതന്യത്തെ ഒന്ന് നമസ്കരിച്ചിട്ട് ഞാൻ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വെറുതെ ഒന്ന് കണ്ടുപൂട്ടിയിരുന്ന യോഹന്നാൻ 7:37-38 മാത്രം ഒന്ന് ഓർമ്മിക്കാം. കൂടാരത്തിരുന്നാളിന്റെ ഒടുവില് അവിടുന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കുക. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഉറവയൊഴുകും. തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർ സ്വീകരിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ എഴുത്തിലോട്ട് ജ്ഞാനസ്നാനം തരുന്നത്, നിങ്ങളുടെ എഴുത്തിന് ജ്ഞാനസ്നാനമാക്കി മാറ്റുന്നത്, അതിലോട്ട് സ്നേഹവും ധ്യാനവും ഒക്കെ സന്നിവേശിപ്പിക്കുന്നത്. ആ ചൈതന്യത്തെ ഒന്ന് ഓർമ്മിച്ചിട്ട്, ആദിയിൽ ജലത്തിന് മീതെ സഞ്ചരിച്ച ചൈതന്യം റൂഹ എന്നാണ്. റൂഹ എന്ന വാക്കിന്റെ അർത്ഥം കാറ്റാണ്. സർഗാത്മകത എന്ന് പറയുന്നത് വെറുതെ നമുക്ക് മീതെ വീശുന്ന കാറ്റാണ്. അത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എഴുത്ത്, അല്ലെങ്കിൽ സംഭാഷണം. ആദിയിൽ ജലത്തിന് മീതെ സഞ്ചരിച്ച ചൈതന്യമേ, താഴെ ഞങ്ങളുടെ ജീവിതം അഴകില്ലാതെയും ക്രമമില്ലാതെയും വീശണമേ, വീണ്ടെടുക്കണമേ. ആമേൻ. താങ്ക് യു സോ മച്ച്.